സംസ്ഥാനത്ത് നാശം വിതച്ച് അതിശക്തമായ മഴ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ് ഈ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ജീവനഷ്ടമായത് കരുമാത്ര സ്വദേശി മണികണ്ഠന്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. കോഴിക്കോട് ചിന്താവളപ്പിൽ റോഡിലേക്ക് മരം വീണ അപകടമുണ്ടായി. നിർത്തിയിട്ട ഓട്ടോയുടെയും 2 ബൈക്കുകൾക്കും മുകളിലേക്കാണ് മരം വീണത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ തൃപ്പൂണിത്തുറയിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആലപ്പുഴ കൊമ്മാളിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നാട്ടുകാർ ബൈപ്പാസ് നിരോധിച്ചു. കാസർഗോഡ് മഴയെത്തിയിട്ടും റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. മഴ കനത്തതോടെ കോട്ടയം കൊത്തല ആനിക്കുന്നിൽ ദുരിതത്തിലായി ഷാജിയുടെ കുടുംബം. വീടിനുള്ളിൽ നിറയെ ചെളിവെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ്. അയൽവാസിയുടെ പറമ്പിൽ അനുമതിയില്ലാതെ മണ്ണെടുത്ത് പാറ പൊട്ടിച്ചിരുന്നു. പരാതി നൽകിയെങ്കിലും അയൽവാസി അതിര് കെട്ടി തന്നില്ലെന്നാണ് ഷാജിയുടെ കുടുംബത്തിന്റെ ആരോപണം. അതാണ് കോട്ടയത്തെ സാഹചര്യം. കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നും അപകടമുണ്ടായിട്ടുണ്ട്. അമ്മഞ്ചേരി നാൽപ്പാത്തി മലയിലാണ് ഈ അപകടമുണ്ടായത്. വീട്ടുടമ ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും, ആലപ്പുഴയിൽ നിന്ന് അമൽ സുരേന്ദ്രനും, കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബുവും, കോട്ടയത്ത് നിന്ന് അജിത് ബാബുവും ചേരുന്നു. ആദ്യം തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനിലേക്കാണ്. ലെവിൻ, കാലവർഷം ഇങ്ങെത്തി മഴ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ നാശനഷ്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ ഇന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്താണ് തൃശ്ശൂരിലെ അവസ്ഥ? അരുണെ, കാലവർഷക്കെടുതികൾ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാലവർഷത്തിന് മുന്നോടിയായി തന്നെ വേനൽമഴ അതിശക്തമായ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ, ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി മരം കടപുഴകി വീണും മറ്റും നിരവധി വീടുകൾക്ക് കേടുപാടുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇന്നലെ കാലവർഷം എത്തുമെന്നുള്ള പ്രവചനത്തിന് പിന്നാലെ തന്നെ അതിശക്തമായ മഴ ജില്ലയിലുണ്ടായത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ, മേഖലകൾ വ്യത്യാസമില്ലാതെ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വലിയ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും മുതൽ ലഭിച്ചത്. അല്പശമനം ഉണ്ടായത് ഇപ്പോൾ മാത്രമാണ്. ഇതിനിടയിലാണ് ഒരു അത്യാഹിതം കൂടി കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിലെ പേഴങ്കാവിലാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരണപ്പെടുന്നത്. പേഴങ്കാവിനടുത്ത് ശ്രീനാരായണപുരം താമരക്കുളം തോട്ടപ്പുള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടുള്ള മാള കരുവത്ര സ്വദേശിയായിട്ടുള്ള ബ്ലാഹയിലില്ലത്ത് മണികണ്ഠൻ എന്ന് പറയുന്ന ക്ഷേത്ര പൂജാരിയാണ് മരണപ്പെട്ടത്. ഇദ്ദേഹം പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദൈനംദിന ജോലികൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി പേഴംകുളത്ത് വെച്ച് വലിയൊരു വാഗമരം കടപുഴകി വീഴുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിലേക്കും ശരീരത്തിലേക്കുമാണ് മരം പതിച്ചത്. തൽക്ഷണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മണികണ്ഠൻ മരണപ്പെട്ടു. തുടർന്ന് അത്തരത്തിലുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ മരം കടപുഴകി വീണതിനെ തുടർന്ന് നേരിടുകയും ചെയ്തു. വഴിയിലേറെ നേരം വാഹന ഗതാഗതമുണ്ടായി. മരം മാറ്റിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളടക്കം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി മണികണ്ഠന്റെ മൃതദേഹം വിട്ടു നൽകും. കാലാവസ്ഥാക്കെടുതി ജില്ലയുടെ പല ഭാഗങ്ങളിലായി ചെറുതും വലുതും എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത 3 ദിവസം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. 204 മില്ലിമീറ്റർ വരെ മഴ പെയ്യാമെന്നുള്ള അതാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പറയപ്പെടുന്നത്. അത്തരത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നദികളിലെയും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലെയും ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലെയും ഒക്കെ അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും, കാലാവർഷക്കെടുതികൾ സംബന്ധിച്ചുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിലും തൃശ്ശൂർ ജില്ലയിലടക്കം മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് ലഭ്യമാകുന്നത്. അരുണ്യ, അതാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ലെവിനാണ് ചേർന്നത്. ഇനി ആലപ്പുഴ ജില്ലയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമലെ, ആലപ്പുഴയിലും സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശീയപാതയോടൊക്കെ ചേർന്നുള്ള താഴ്ന്ന വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ റോഡ് ഉപരോധമടക്കം നമ്മൾ ഇന്ന് കണ്ടു. ജനപ്രതിനിധികളടക്കം ആരെങ്കിലും അവിടെ എത്തിയിരുന്നോ? നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു? എന്താണ് നിലവിലെ സാഹചര്യം?
അരുണ്യ, ഇന്ന് ആലപ്പുഴയിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിന്റെ ഒരു രൂക്ഷതയാണ്. അതും കൊമ്മാടി പോലുള്ള പ്രദേശത്ത്, താരതമ്യേന ആലപ്പുഴ ജില്ല തന്നെ ജലനിരപ്പിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കൊമ്മാടി പോലുള്ള പ്രദേശങ്ങളിൽ കുറെ കൂടി നഗര കേന്ദ്രീകൃതമായൊരു പ്രദേശമാണ്. അവിടെ വെള്ളക്കെട്ടിന്റെ സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ ബൈപ്പാസിന്റെ പണിയെ തുടർന്നാണ് ഈ മഴയെ തുടർന്നുണ്ടായ വെള്ളം, അല്ലെങ്കിൽ അവിടുത്തെ ചാലുകളിൽ നിന്നും മറ്റും വരുന്ന വെള്ളം, അതിന് പോവാൻ വഴിയില്ലാതെ നേരെ തൊട്ടടുത്തുണ്ടായിരുന്ന വീടുകളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ ബൈപ്പാസ് ഉപരോധിച്ചുകൊണ്ട് 2 മണിക്കൂറോളം നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കായംകുളത്തും സമാനമായ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പുറമെ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മഴ ഒന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ തന്നെയും ഇരുണ്ടു മൂടിയ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം. നേരിയ വെയിലുണ്ട്, പക്ഷേ മഴയുടെ ഭീഷണി ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് മുതൽ 8-ാം തീയതി വരെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ഈ മുന്നറിയിപ്പിൽ ചില മാറ്റങ്ങൾ വരുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കടലോര പ്രദേശമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഔദ്യോഗികമായി വലിയ അറിയിപ്പുകളൊന്നും ഇല്ല എങ്കിലും ഇപ്പോഴും ജാഗ്രത പാലിക്കുവാൻ വേണ്ടി തന്നെയാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഇപ്പോൾ തന്നെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള മഴക്കെട്ടുണ്ടായാൽ, അല്ലെങ്കിൽ മഴവെള്ളക്കെട്ടുണ്ടായാൽ അത് വീടുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജില്ലയായി ആലപ്പുഴ മാറുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും മടവീഴ്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ കാര്യങ്ങളും ഇപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്നടക്കം എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കുട്ടനാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു ഭയമുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അരുണ്യ, അതാണ് ആലപ്പുഴയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയത് അമൽ സുരേന്ദ്രനാണ്. നേരെ കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ ബെൻസൺ ബാബു ഉണ്ട്. ബെൻസൺ, വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നു. കിഴക്കൻ മേഖലയിലൊക്കെ മഴ ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ജില്ലയിലെ മൊത്തത്തിലുള്ളൊരു സാഹചര്യം? അതെ, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ഇപ്പോഴും മഴ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചിന്താവളപ്പിൽ മരം കടപുഴകി വീണു. അതിനടിയിൽ ഒരു ഓട്ടോയും അതോടൊപ്പം തന്നെ 2 ഇരുചക്ര വാഹനവും പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വാഹനങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു അപ്രതീക്ഷിത കാറ്റ് സംഭവിച്ചു. അതായത് വലിയ ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടായതിനെ തുടർന്ന് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ മുകളിലെ അതിന് മുകളിൽ ഉണ്ടായിരുന്ന ആസ്പെറ്റോ ഷീറ്റ്, അതോടൊപ്പം തന്നെ ഓട് ഉൾപ്പെടെ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന LIC ഓഫീസിന് തൊട്ട് പിൻവശത്തായി വലിയൊരു മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൊന്നും തന്നെ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രീതിയിലുള്ള നാശനഷ്ടം കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും മഴക്കാല പൂർവ്വകാല ശുചീകരണം കൃത്യമായി നടക്കാത്തതിന്റെ പേരിൽ ഈ വെള്ളം പൊന്തുകയും നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അങ്ങാടികളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യവും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് കൂടരഞ്ഞി, തിരുവമ്പാടി അടക്കമുള്ള മലയോര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം വ്യാപാരികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടായില്ലെങ്കിൽ ഇനിയും മഴ കനക്കുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായും വാഹന ഗതാഗതം പൂർണ്ണമായും നടക്കാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഈ റോഡുകളിൽ വെള്ളം പൊന്തിയതോടുകൂടി തന്നെ ഈ കുഴി ഏത് വഴി ഏത് എന്ന് മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായും പരിപാലിച്ച് പോകുന്നില്ലെങ്കിൽ ഇനിയും മഴ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ മഴ കൂടുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അതുമാത്രമല്ല ശക്തമായിട്ടുള്ള കാറ്റും ഈ മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്.
അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് ഇതുവരെയും ലഭിച്ചിട്ട് ഇല്ല. അതായത് നമുക്കറിയാം, ഇതിനു മുൻപും ഈ വലിയ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമ്പോൾ, മഴക്കാലം ശക്തമാകുമ്പോൾ ഈ മലയോര പ്രദേശങ്ങളിലെ രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ അത്തരത്തിലുള്ള നിരോധനവും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എങ്കിലും യാത്രക്കാരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്യ. യെസ്, ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയത്തേക്ക് പോയാൽ അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, കോട്ടയത്ത് ഇന്ന് എങ്ങനെയായിരുന്നു മഴ? ഇന്ന് അജിത്ത് നൽകിയൊരു വാർത്ത, അത് ഷാജി എന്നൊരു വ്യക്തിയുടെ കുടുംബം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ വീടിനകത്ത് വരെ വെള്ളം കയറി, ചെളിയും വെള്ളമൊക്കെ കയറിയൊരു വാർത്ത. എന്താണ് കോട്ടയത്തെ മുഴുവനായിട്ടുള്ള സാഹചര്യം? ഈ ഷാജിയുടെ കുടുംബം നേരിടുന്ന ഒരു പ്രതിസന്ധി എങ്ങനെയാണ്? അരുണെ, ആദ്യം പൊതുവായ സാഹചര്യങ്ങൾ പറയാം. അതായത് ഇന്നലെ രാത്രിയിൽ അമ്മഞ്ചേരിയിൽ നാൽപ്പാത്തിമലയിൽ 12 മണിയോടുകൂടി ബിനോയ് മാത്യുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര മഴയിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ബിനോയ് മാത്യുവിനും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. മാത്രമല്ല ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായത്, ഒരു വീടിന് മുമ്പിലെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണതാണ്. അമ്പലയുടെ വീടിന് മുമ്പിലെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണ് ഇരുചക്ര വാഹനം ഉൾപ്പെടെ തകരുന്ന സ്ഥിതി കൂടി ഉണ്ടായി. ഏതാണെങ്കിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ഉണ്ട്. രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ശക്തമായ മഴ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത് പ്രധാനപ്പെട്ട അരുണ്യ സൂചിപ്പിച്ച പ്രധാന കാര്യമായ ഈ ഷാജിയുടെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി. 2 സെന്റിലാണ് ആ വീടും സ്ഥലവും കൂടി നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ 4 മാസം മുമ്പ് തൊട്ടടുത്ത പറമ്പിൽ കല്ല് പൊട്ടിക്കുകയും അനുമതിയില്ലാതെ പാറ പൊട്ടിക്കുകയും ഉൾപ്പെടെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് നിരന്തരമായി പരാതി ഉൾപ്പെടെ നൽകുകയും ഇത് പഞ്ചായത്ത് ഉൾപ്പെടെ ഇടപെട്ട് ഈ കല്ല് പൊട്ടിക്കുന്ന ഉൾപ്പെടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് ഈ മഴക്കാലത്തിന് മുമ്പ് ഇത് കെട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല. അതിന് അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് വിപിൻ ഉൾപ്പെടെയുള്ള ഈ അയൽവാസികൾ പറഞ്ഞത്. മാത്രമല്ല അതിൽ അളന്നു തിരിക്കാൻ സർവേയറെ ഉൾപ്പെടെ വിളിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. പിന്നീട് വിവിധ ഇടങ്ങളിൽ ഈ കുടുംബം പരാതി നൽകി. പക്ഷേ എന്താണെങ്കിലും മഴ അപ്പോഴേക്കും എത്തിയിരുന്നു. ഇന്ന് ആ കുടുംബത്തിന് സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആകെ 2 സെന്റാണ്. അവിടെയാണ് അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന് സ്വന്തം വീട് ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് പോയി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നത്. 3 പെൺകുട്ടികളാണ് ആ വീട്ടിലുള്ളത്. അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, 2 സെന്റിലുള്ള ജീവിതം. ആ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് വീടിലെ മുറികളിലെല്ലാം ഇപ്പോൾ ചെളി നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. മനുഷ്യർ ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടി കടന്നു പോകുന്നത്. അത് നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ ആ കാഴ്ചകൾ കണ്ടാൽ ആർക്കാണെങ്കിലും വേദനയുണ്ടാകും. ചെറിയ തർക്കങ്ങളൊക്കെ ആണെങ്കിലും അത് പരിഹരിച്ച് ആ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള, അവരുടെ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട അവകാശം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. അതിൽ അധികാരികൾ ഉൾപ്പെടെ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഉണ്ടായത്. ഇനി മഴ കൂടുമ്പോൾ തങ്ങൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം കണ്ടെത്തണമെന്നുള്ള വാടക വീട് അന്വേഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ കുടുംബം കടക്കുകയാണ്. അത് മഴയ്ക്കൊപ്പം വേദന ഉണ്ടാക്കുന്ന കണ്ണുനീരിന്റെ നനവ് കൂടിയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അരുണ്യ. യെസ്, ഇതാണ് കോട്ടയത്തെ സാഹചര്യം. ഈ ഷാജിയുടെ കുടുംബം നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. മഴക്കാലമാണ്. കരുണയോടുകൂടി തങ്ങളുടെ ഒപ്പമുള്ളവരെ കൂടി മനുഷ്യർ കാണണം. അജിത് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.